നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് കർക്കിടക മാസത്തിലെ 30 ചൊവ്വാഴ്ചയും പ്രദോഷവും കൂടി ചേർന്ന് വരുന്ന ദിവസമാണ്. ഈ അതിശക്തിയാർന്ന ദിവസം ബുധൻ, വ്യാഴം, ചന്ദ്രൻ എന്നീ ഗ്രഹങ്ങൾ മിഥുനം രാശിയിൽ നിൽക്കുന്നതിനാൽ ഈ ദിവസം ഒരാനയുടെ ശക്തിക്ക് തുല്യമായ നല്ല ഫലങ്ങൾ നൽകുന്ന അതിവിശിഷ്ടമായ ഒരു ദിവസമായി കണക്കാക്കുന്നു. സാമ്പത്തിക പ്രശ്നങ്ങൾ, കടബാധ്യതകൾ, കുടുംബ വഴക്കുകൾ, ശത്രുഭയം, നിയമപരമായ തർക്കങ്ങൾ എന്നിവയിൽ നിന്ന് മോചനം നേടുന്നതിനും വിവാഹ തടസ്സങ്ങൾ മാറുന്നതിനും ഇന്നത്തെ ഈ അത്ഭുത ദിവസം നിങ്ങളെക്കൊണ്ട് കഴിയും വിധത്തിൽ വഴിപാട് ചെയ്തു പ്രാർത്ഥിക്കുക. കാരണം ഇന്നത്തെ ദിവസം നിങ്ങൾ ചെയ്യുന്ന വളരെ ചെറിയ പ്രാർത്ഥനകൾക്ക് പോലും പെട്ടെന്ന് ഫലം ലഭിക്കുന്നതാണ്. 30 ചൊവ്വാഴ്ചയും പ്രദോഷവും കൂടിച്ചേർന്ന് വരുന്ന ഈ അത്യപൂർവ ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കർക്കിടക മാസം എന്നത് ഭൂമിക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്ന മാസമാണ്, പ്രത്യേകിച്ച് ദക്ഷിണായന പുണ്യകാലത്ത്. ചൊവ്വാഴ്ച എന്നത് സാധാരണയായി മുരുകന് വളരെയധികം പ്രാധാന്യമുള്ള അല്ലെങ്കിൽ വിശേഷപ്പെട്ട ദിവസമാണ്. കർക്കിടക മാസത്തിൽ വരുന്ന ചൊവ്വാഴ്ച ദിവസം മുരുക ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിലൂടെ വിവാഹ തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ്. മാത്രമല്ല, അടുത്തുള്ള മുരുകക്ഷേത്രത്തിൽ അർച്ചന നടത്തുന്നതും അതിവിശേഷമാണ്. ഇനി വള്ളി ദേവസേന പ്രതിഷ്ഠയുണ്ടെങ്കിൽ ആ തിരുനടയിൽ മാല വാങ്ങി സമർപ്പിക്കുന്നതും നല്ലതാണ്. ഇനി ചൊവ്വ വെള്ളി ദിവസങ്ങൾ ലക്ഷ്മി ദേവിക്ക് പ്രാധാന്യമുള്ള ദിവസം കൂടിയാണ്. 30 ചൊവ്വാഴ്ച ആയതുകൊണ്ട് തന്നെ ഐശ്വര്യം, ധനം ഇവയ്ക്ക് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മാറിക്കിട്ടുവാനും ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ്. ഇനി പ്രദോഷം എന്നാൽ അത് ശിവഭഗവാനെയും നന്ദിദേവനെയും മാത്രമായി ആരാധിക്കേണ്ട ദിവസമാണെന്നാണ് ചിലരെങ്കിലും കണക്കാക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. പ്രദോഷ ദിവസം ശിവഭഗവാനെയും നന്ദിദേവനുമൊപ്പം നരസിംഹമൂർത്തിയെയും ആരാധിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ ദിവസമാണിത്. പ്രദോഷ സമയത്ത് നരസിംഹമൂർത്തിയെ ആരാധിക്കുന്നതിലൂടെ വളരെയധികം നന്മകളാണ് നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത്. പ്രത്യേകിച്ചും ചൊവ്വാഴ്ചയോട് ചേർന്ന് വരുന്ന പ്രദോഷം അത് നരസിംഹമൂർത്തിക്ക് ഏറ്റവും ഉചിതമായ ദിവസമാണ്. നൊന്തു വിളിച്ചാൽ ഉടൻ തന്നെ ഭക്തരുടെ വിളികേട്ട് ഓടിയെത്തുന്ന ദേവനാണ് സാക്ഷാൽ നരസിംഹമൂർത്തി. പ്രത്യേകിച്ചും ചൊവ്വാഴ്ച തോറും ലക്ഷ്മി നരസിംഹമൂർത്തിയെ ആരാധിക്കുന്നതിലൂടെ ജീവിതത്തിലുണ്ടാകുന്ന കഷ്ടപ്പാടുകളും ദുരിതങ്ങളും പൂർണ്ണമായും തീർന്നു കിട്ടുന്നതാണ്. ഇനി നരസിംഹസ്വാമിയെ പ്രാർത്ഥിക്കുന്നതിലൂടെ കടബാധ്യതകൾ പൂർണ്ണമായും തീർന്നു കിട്ടുന്നതാണ്. മാത്രമല്ല, ശത്രുഭയം ഇല്ലാതാകുകയും എത്ര തീർക്കാൻ ശ്രമിച്ചിട്ടും തീരാത്ത നിയമപരമായ കേസുകൾ ഉണ്ടെങ്കിൽ അതിൽ പൂർണ്ണ വിജയം നിങ്ങൾക്കുണ്ടാകുന്നതുമാണ്. മാത്രമല്ല, നരസിംഹസ്വാമിയെ പ്രാർത്ഥിക്കുന്നതിലൂടെ കുടുംബത്തിൽ അനാവശ്യമായി ഉണ്ടാകുന്ന വഴക്കുകൾ ഇല്ലാതാകുന്നതാണ്. അതുപോലെ തന്നെ ഭൂമി സംബന്ധമായ തർക്കങ്ങൾ അല്ലെങ്കിൽ സ്വത്ത് സംബന്ധമായ കേസുകളും വഴക്കുകളും ഇല്ലാതാകുന്നതുമാണ്. ഇതിനെല്ലാം ഉപരി മന്ത്രവാദം, പ്രാക്ക് തുടങ്ങിയവ കൊണ്ടുള്ള ദോഷഫലങ്ങൾ ഇല്ലാതാകാനും നരസിംഹ ആരാധനയിലൂടെ സാധിക്കുന്നതാണ്. ഇനി നാളെ പ്രദോഷ സന്ധ്യയിൽ, അതായത് വൈകിട്ട് 4:30 മുതൽ 6 മണിക്കുള്ളിൽ വരുന്ന ഒരു സമയത്ത് നിങ്ങളുടെ പൂജാമുറിയിൽ അല്ലെങ്കിൽ വിളക്ക് വെക്കുന്ന ഒരു ഭാഗത്ത് ഒരു വാഴയില കഷ്ണം വെച്ച് 1 പിടി അല്ലെങ്കിൽ 3 പിടി പച്ചരി ഇടുക. പിന്നീട് ഒരു തേങ്ങ 2ആയി ഉടച്ച് 2 തേങ്ങാ മുറിയിലും മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടു തൊടുക. പിന്നീട് ഈ 2 നാളികേര മുറിയും പച്ചരിക്ക് മുകളിലായി വെക്കുക. ഇതിൽ നെയ്യൊഴിച്ച് ദീപം കൊളുത്താവുന്നതാണ്. അതിനുശേഷം ഈ ദീപത്തിന് മുൻപിലിരുന്ന് നരസിംഹ ഗൃണവിമോചന സ്തോത്രം ചൊല്ലുകയാണെങ്കിൽ ഉടനടി തന്നെ ഫലം ലഭിക്കുന്നതാണ്. ഇതുകൂടാതെ നരസിംഹ ഗായത്രി മന്ത്രമോ അല്ലെങ്കിൽ നരസിംഹ സ്തോത്രങ്ങളോ ചൊല്ലാവുന്നതുമാണ്. ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വലന്തം സർവതോന്മുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യും നമാമ്യഹം. ഈ സ്തോത്രം കുറഞ്ഞത് 18 തവണ ചൊല്ലുന്നത് വളരെ ഉത്തമമാണ്. പ്രാർത്ഥനയ്ക്ക് ശേഷം കത്തിച്ചു വെച്ച ആ നാളികേര ദീപം തനിയെ അണഞ്ഞാലും കുഴപ്പമില്ല. ദീപം കെട്ട് കഴിയുമ്പോൾ അരിയും വാഴയിലയും തേങ്ങയും പിറ്റേന്ന് പശുക്കൾക്ക് ദാനമായി നൽകാവുന്നതാണ്. നരസിംഹമൂർത്തിയെ പ്രാർത്ഥിച്ച് ഈ ദീപ വഴിപാട് ചെയ്യുന്നതിനോടൊപ്പം ഭഗവാന് പാനകം നിവേദ്യമായി സമർപ്പിക്കുന്നതും നല്ലതാണ്. ഇനി പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് പ്രദോഷ ദിവസം നരസിംഹമൂർത്തിക്ക് ഇത്രയേറെ പ്രാധാന്യമുള്ളത് എന്തുകൊണ്ടാണെന്ന്.
പ്രഹ്ലാദന്റെ പിതാവായ ഹിരണ്യകശിപിനെ നരസിംഹമൂർത്തി വധിച്ചത് ഇതുപോലൊരു പ്രദോഷ സമയത്താണ്. സന്ധ്യാസമയത്ത് വാതിൽപ്പടിയിൽ വെച്ചാണ് നരസിംഹൻ ഹിരണ്യകശിപിനെ വധിച്ചത്. അതുകൊണ്ട് തന്നെ പ്രദോഷ സന്ധ്യയിൽ നരസിംഹസ്വാമിയെ പ്രാർത്ഥിക്കുന്നതിലൂടെ വളരെ പെട്ടെന്ന് ഫലം ഉണ്ടാകുന്നതാണ്. ഇന്ന് പ്രദോഷ സന്ധ്യയിൽ ശിവഭഗവാനെ പ്രാർത്ഥിച്ച് ചെയ്യേണ്ട അതിശക്തിയാർന്ന ഒരു പരിഹാരത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. ഈ ഒരു പരിഹാരം ചെയ്യുന്നതിലൂടെ എത്ര നടക്കാത്ത ആഗ്രഹങ്ങളും വളരെ പെട്ടെന്ന് നിറവേറുന്നതാണ്. ഇനി ഈ ഒരു പരിഹാരം പൂർണ്ണ വിശ്വാസത്തോടു കൂടിയാണ് ചെയ്യേണ്ടത്. അതിനോടൊപ്പം തന്നെ സ്വന്തം കർമ്മങ്ങളിലും ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. അതായത് നമ്മൾ ചെയ്യാനുള്ള കർമ്മം സത്യസന്ധതയോടും കൃത്യതയോടും കൂടി ചെയ്യുക. ഈ ഒരു പരിഹാരത്തിനായി ഒരു വൈറ്റ് പേപ്പർ എടുക്കുക. A4 ഷീറ്റ് ഉണ്ടെങ്കിൽ അതെടുക്കാവുന്നതാണ്. പേപ്പറിൽ ബ്ലൂ നിറത്തിലുള്ള പേന കൊണ്ട് 11, 22, 33 ഈ മാജിക്കൽ നമ്പർ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ എഴുതുക. ഈ ഒരു പരിഹാരം ഇന്ന് വൈകിട്ട് 6:30-നും 7:30-നും ഇടയിലാണ് ചെയ്യേണ്ടത്. പേപ്പറിൽ ഈ നമ്പർ എഴുതിയതിനു ശേഷം നിങ്ങളുടെ പൂജാമുറിയിൽ ഇത് വയ്ക്കുക, അല്ലെങ്കിൽ വിളക്കിനു മുൻപിൽ വയ്ക്കുക. അതിനുശേഷം ഒരു മൺവിളക്കെടുത്ത് അതിൽ നല്ലെണ്ണയോ നെയ്യോ ഒഴിച്ച് എഴുതിയ ഈ പേപ്പറിന് മുകളിൽ വെച്ച് ദീപം കൊളുത്താവുന്നതാണ്. പിന്നീട് ഓം നമഃശിവായ എന്ന മന്ത്രം കഴിയുന്നത്ര തവണ ചൊല്ലുക. 108 തവണ ചൊല്ലുവാൻ സാധിക്കുന്നവർക്ക് 108 തവണ മന്ത്രം ചൊല്ലാവുന്നതാണ്. പേപ്പറിൽ ഈ നമ്പർ എഴുതുമ്പോഴും ഭഗവാന്റെ മന്ത്രം ചൊല്ലുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഏതാഗ്രഹമാണോ സാധിക്കാനുള്ളത് അതെത്രയും വേഗത്തിൽ തന്നെ സാധിച്ചു തരണമേ എന്ന് ഭഗവാനോട് മനസ്സിൽ പറയുക. 108 തവണ മന്ത്രം ചൊല്ലിത്തീർന്നതിന് ശേഷം വിളക്കിനടിയിൽ വെച്ചിരിക്കുന്ന എഴുതിയ പേപ്പർ എടുത്ത് ആ ദീപനാളത്തിൽ തന്നെ കത്തിച്ച് ഒരു തട്ടത്തിലേക്ക് വെക്കുക. ആ പേപ്പർ മുഴുവനും കത്തി അതിൻ്റെ ചാരം ആ തട്ടത്തിൽ വീഴും. പേപ്പർ മുഴുവനും കത്തിത്തീർന്നതിന് ശേഷം ഈ ചാരം വീടിന് പുറത്തു വന്ന് കാറ്റിൽ ഊതിവിടാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ആഗ്രഹം അത് ഈ യൂണിവേഴ്സിൽ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ ലയിക്കുന്നതാണ്. മഹാദേവനെ പ്രാർത്ഥിച്ച് പൂർണ്ണ ഭക്തിയോടും വിശ്വാസത്തോടും ഈ ഒരു പരിഹാരം ചെയ്താൽ ഉറപ്പായും പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുവാൻ ആരംഭിക്കുന്നതാണ്. അതായത് ഇനി ഒരിക്കലും നടക്കില്ല എന്ന് കരുതി നിങ്ങൾ ഉപേക്ഷിച്ച നിങ്ങളുടെ ആ ആഗ്രഹം ഒരു മാജിക്ക് പോലെ നടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് നാളായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആഗ്രഹം ഇതുവരെയും സാധിക്കാത്തവരാണ്, അല്ലെങ്കിൽ സാധിക്കാതെ വിഷമിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ കർക്കിടക മാസത്തിലെ 30 ചൊവ്വാഴ്ചയോട് ചേർന്ന് വരുന്ന ഇന്നത്തെ ഈ പ്രദോഷ ദിവസം ആരും തന്നെ പാഴാക്കരുത്. എല്ലാവർക്കും മഹാദേവന്റെയും നരസിംഹമൂർത്തിയുടെയും ലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.